അങ്ങനെ നമ്മുടെ തിരുവോണം വന്നെത്തിയിട്ട് നാളെയാണ് നമ്മുടെ ഓണം. ഇന്ന് ഉത്രാടാണ്. ഞാനിന്ന് ഷോപ്പിൽ നിന്ന് ദേ ഇപ്പം എത്തിയിട്ടുള്ളൂ ട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് തൃക്കാരപ്പന വെക്കണം. അപ്പോൾ അതിന് നമുക്ക് നേദിക്കാനുള്ള പൂവട ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് പച്ചരി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അണിയാനായിട്ടുള്ളതും പിന്നെ നമുക്ക് പൂവട ഉണ്ടാക്കാനായിട്ടുള്ളതും. അപ്പോൾ അത് അരച്ചിട്ട് അതിൽ ഉപ്പിടാണ്ട് നമ്മൾ ചിലർ നാക്കലേലൊക്കെയാണ് കേട്ടോ അത് പരത്തുക. അപ്പോൾ എനിക്ക് നാക്കല കിട്ടിയില്ല, അത് ചീന്തിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ഇലയുടെ ഒരു സൈഡ് എടുത്തിട്ട് അതിൽ പരത്തി. എന്നിട്ട് പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചു. പിന്നെ നാളികേരം ചിരകിയതും പിന്നെ ശർക്കരപ്പൊടി ഇട്ടിട്ട് അടച്ച് അത് ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ നേദിക്കാനുള്ള പൂവട അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശൈത്യക്കുട്ടി ഇവിടെ നമ്മുടെ മുറ്റത്ത് അണിയുന്നുണ്ട് കേട്ടോ. ഗിരീഷേട്ടൻ്റെ അച്ഛനുള്ള സമയത്തൊക്കെ അച്ഛനായിരുന്നു കേട്ടോ നമുക്ക് തൃക്കാരപ്പന വെച്ചായിരുന്നൊക്കെ ഓണത്തിന്. പിന്നെ അതിന് ശേഷം നമ്മുടെ ശൈത്യകുട്ടിയാണ് തൃക്കാരപ്പന വെക്കാറ്. അവൾ ഇതൊക്കെ കണ്ടിട്ട് ഏകദേശം കുറേശ്ശൊക്കെ അവൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ അവൾ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ തുളസിത്തറയുടെ തൊട്ടടുത്തായിട്ട് നമ്മൾ തൃക്കാരപ്പന വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃക്കാരപ്പന ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പൂവൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വിളക്ക് വെച്ചു, കിണ്ടി വെള്ളം വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് കളഭം, പിന്നെ നമ്മുടെ മുക്കുറ്റി, തുമ്പ അങ്ങനെയുള്ളതൊക്കെ കൊടുന്നിട്ട് തൃക്കാരപ്പൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ നേദ്യം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പൂവട വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നാളികേരം ഉടച്ചിട്ട് ആ നാളികേര വെള്ളം ആദ്യം ഒന്ന് നമ്മൾ തൃക്കാരപ്പന കാണിച്ചിട്ട് നമ്മുടെ പെരയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കും കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നാളികേരം നമ്മൾ തൃക്കാരപ്പൻ്റെ മുന്നിൽ കൊടുന്ന് വെക്കും. പിന്നെ നമ്മൾ അതേപോലെ തൃക്കാരപ്പന വിളക്ക് ആരാധിച്ച് ചന്ദനത്തിരിക്ക് ആരാധിച്ച് അങ്ങനെ ഓരോ തൃക്കാരപ്പന നമുക്ക് അറിയാവുന്ന പോലെ വെച്ച് നമ്മൾ ആറപ്പൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ ആറപ്പൂ വിളിക്കുമ്പോൾ നമ്മുടെ സുഡും ഒപ്പം അവിടെ നിന്നിട്ട് ആറപ്പൂ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയായിട്ട് തൃക്കാരപ്പന ഞങ്ങൾ വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഊഞ്ഞാലിൻ്റെ അവിടെ നമ്മുടെ കട്ടിലല്ലേ ഫ്രണ്ടിലെ വാതിലിൻ്റെ അവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഈ ചെണ്ടുമല്ലി മഞ്ഞയും ചുവപ്പും ആയിട്ടുള്ളത് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കളർഫുള്ളാക്കി. അപ്പോഴേക്കും മഴ വന്നു കേട്ടോ. അപ്പം നമ്മൾ തൃക്കാരപ്പന കൊടയും വെച്ച് കൊടുത്തിട്ട് നമ്മളും മുറ്റത്തുനിന്ന് ഇങ്ങോട്ട് കയറി. പിന്നെ ഞങ്ങൾ നേദ്യം വെച്ചിട്ടുള്ള നമ്മുടെ പൂവട ഞങ്ങൾ 4 പേരും കൂടി കഴിച്ചു കൂട്ടാം. നമ്മുടെ സുടുമോൾക്കും കുറച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കിച്ചണിൽ നാളേക്കുള്ള പച്ചക്കറികളൊക്കെ അരിയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വിശേഷമായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ.